നെക്സോൺ ഉണ്ട്, ഹാരിയർ ഉണ്ട്, പഞ്ച് ഉണ്ട്. പകുതി പൈസ പോലും കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 4 മുകളിൽ ഡിസ്കൗണ്ട് ഉറപ്പായിട്ട് കിട്ടും. ഹാരിയറിന് കിട്ടും. ആ റേഞ്ച് ഡിസ്കൗണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു. അപ്പോൾ ലേലം നടക്കുന്നത് ഈ വരുന്ന 10-ാം തീയതി, ജൂൺ 10-ാം തീയതി ബുധനാഴ്ച. കാരണം ഈ കാണുന്ന സഫാരി ഉണ്ടോ, 15.5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ വണ്ടിയുടെ പകുതി വില പോലും നിങ്ങൾ കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ സഫാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ആക്ച്വലി നമ്മുടെ ഇപ്പോൾ മുത്തൂറ്റ് കോട്ടയിൽ കിടക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. ഏകദേശം ഒരു 10-25 വണ്ടി മൊത്തത്തിൽ വിൽക്കാനുണ്ട്. ലേലം ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ കാണുന്ന വണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ ഈ കിടക്കുന്ന എല്ലാ വണ്ടിയും ഉണ്ട്. നെക്സോൺ ഉണ്ട്, ഹാരിയർ ഉണ്ട്, പഞ്ച് ഉണ്ട്. പഞ്ചിന്റെ ലാസ്റ്റ് ഫേസ് ഷിഫ്റ്റ് പോകുന്നല്ലോ, അതുകൊണ്ട് തൊട്ട് മുമ്പാലത്തെ വണ്ടി അതും കിടപ്പുണ്ട്, ടിയാഗോ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ വണ്ടികളും ഉൾപ്പെടുന്ന ഒരു വമ്പൻ ലേലമാണ് നടക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വരുന്ന യൂസ്ഡ് കാർ ഈ ലേലത്തിലുണ്ട്. അപ്പോൾ ഒത്തിരി വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു. ആദ്യം നമുക്ക് പഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. പെട്രോൾ പഞ്ചാണ് നടക്കുന്നത്. ലേലം നടത്തുന്നത് ശ്രീറാം ഓട്ടോമാളാണ്, നമ്മുടെ പാരിപ്പിലുള്ള അവരാണ് ഇതിന് നേതൃത്വം കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ലേലത്തിൽ പങ്കെടുക്കുന്നതിന് 20,000 രൂപ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. അതുകൂടാതെ 120 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഓക്കെ. ലേലത്തിൽ പങ്കെടുത്ത് വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ 20,000 രൂപ റീഫണ്ട് മേടിച്ച് പോകുന്നതാണ്. പിന്നെ ലേലത്തിൽ വരുന്നവർ ആധാർ കാർഡും പാൻ കാർഡും കമ്പൾസറി ആയിട്ട് കൊണ്ടുവരണം. ലേലത്തിൽ പങ്കെടുത്ത് വണ്ടി കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാക്കി? 90-95% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെ നമുക്ക് നാഷണലൈസ് ബാങ്ക് തന്നെ ഫിനാൻസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമായിട്ട് കൊണ്ടുവരണം. പിന്നെ ലേലത്തിൽ പങ്കെടുത്ത് വണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 95% വരെ ഫിനാൻസ് സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങൾ അവർക്ക് എക്സ്ചേഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ രാവിലെ 9 മണിയാകുമ്പോൾ വണ്ടി കൊണ്ടുവന്നാൽ രാവിലെ കൊണ്ടുവന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളവർ കുറച്ച് നേരത്തെ വരണം. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. ലൊക്കേഷൻ വരുന്നത് നമുക്ക് പുളിയത്തുമുക്കാണ്. ഐത്തിന്ന് ഹൃദയ പോകുന്ന റോട്ടിൽ നമ്മൾ SR ആഡിറ്റോറിയത്തിനോട് ചേർന്നുള്ള ഗ്രൗണ്ട് വെച്ചിട്ടാണ്, ടാറ്റയുടെ ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലേലം നടത്തുന്നത്. ഓക്കെ. അപ്പോൾ വരാൻ എളുപ്പമുള്ള ലൊക്കേഷനാണ്. വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷൻ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഒരു 9 മണി തൊട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. 9 മണിക്ക് വണ്ടി. ടൈമിംഗ് എങ്ങനെയാണ് ലേലത്തിന്റെ ടൈമിംഗ്? ലേലം തുടങ്ങുന്നത് 11 മണിക്കായിരിക്കും. ലേലം തുടങ്ങുന്നത് 9 തൊട്ട് നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. 11 മണിക്ക് ലേലം സ്റ്റാർട്ട് ചെയ്യും. എപ്പോൾ തീരും? ഈ വണ്ടികളെല്ലാം ഓടിച്ചു കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2-3 മണിക്കൂറോളം ലേലം. ഒരു 3 മണിക്കൂറിനകത്ത് ആണ് ലേലത്തിന്റെ മൊത്തം പ്ലാൻ വരുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്? ഇത് 2025 മോഡൽ പെട്രോൾ മാനുവൽ ആണ്. സൺറൂഫ് ഉൾപ്പെടെ വരുന്ന ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയാണ്. ജസ്റ്റ് 15 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലേലത്തിലുണ്ട്. സഫാരിയുടെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു. ഇത് ഒരു വലിയൊരു എമൗണ്ടാണ്. വണ്ടിയുടെ പകുതി പൈസ പോലും കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അടുത്ത നമ്മുടെ ടിയാഗോ കിടപ്പുണ്ടല്ലേ, ഇത് CNG ആണ് നടക്കുന്നത്. 2025 മോഡൽ CNG ഓട്ടോമാറ്റിക് മോഡലാണ്. CNG ഓട്ടോമാറ്റിക് കുറവാണ്, എണ്ണത്തിൽ കുറവുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. CNG ഇപ്പോൾ എല്ലാവരും നോക്കി നടക്കുന്നത്. പെട്രോളിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് എല്ലാവരും CNG നോക്കി നടക്കുന്ന ഒരു മോഡലാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതും പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് കിടക്കുന്നത് കേട്ടോ. കളർ വലിയ വ്യത്യാസമില്ല, ഒരു ബ്ലൂ കളർ. അപ്പോൾ ഇത് ഫേസ് ഷിഫ്റ്റ് വന്നു. അപ്പോൾ പഴയ വണ്ടികളെല്ലാം മാറ്റുവാണ് അല്ലേ, ചേഞ്ച് ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഇതിന്റെ പെട്രോൾ മാനുവലും കിടപ്പുണ്ട്. പെട്രോൾ മാനുവൽ ഓപ്ഷൻ കിടക്കും. അതിപ്പോൾ നിലവിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോയത് അല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ നെക്സോൺ അല്ലേ, 25 മോഡൽ പെട്രോൾ മാനുവൽ നെക്സോൺ നടക്കുന്നത്. ടോപ്പ് സെക്കൻഡ് ഓപ്ഷൻ മോഡൽ കിടക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ മോഡൽ. ഇതിനൊക്കെ നമുക്ക് എന്തോ ഒരു ഡിസ്കൗണ്ട് നമുക്ക് ഒരു മാക്സിമം ഒരു 2.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ മേളിലോട്ട് നമുക്ക് ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. ലേലത്തിൽ വിളിക്കുന്ന അനുസരിച്ച് വേരിയേഷൻ വരും. ഓക്കെ. എന്നാൽ ഏകദേശം ഒരു പ്രതീക്ഷിക്കുന്ന റേഞ്ച് ആണ് അല്ലേ. നെക്സോൺ തന്നെയാണ്, 2025 മോഡലാണ്. ഇത് നമ്മുടെ പഴയ ഒരു ബഡ്ജറ്റ് കാറുകൾ നോക്കുന്നവർക്ക് പഴയ ഒരു സെന്റും കിടപ്പുണ്ട്. സെന്റ് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരാണ്. അവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷൻ. ഇതൊക്കെ ചെറിയൊരു പ്രൈസിൽ കൊണ്ടുപോകാം. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാണ്. ഇത് മാനുവൽ വണ്ടിയാണ്. 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. സാധാരണ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം ഈ കിടക്കുന്ന 3 5GB ഇപ്പോൾ 5GB ആണെങ്കിൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടാനില്ല. അത്രത്തോളം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള EV, അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന ഒരു EV ആയിട്ട് മാറിയിട്ടുണ്ട് 5GB. അതുപോലെ തന്നെ ടിയാഗോ EV നമുക്ക് ഈ ഒരു ലേലത്തിലുണ്ട്. പിന്നെ താണ്ടെ ഈ കിടക്കുന്ന 2 കർവ് പെട്രോൾ ഓപ്ഷനാണ്. 3 രൂപ ഡിസ്കൗണ്ട്, ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് 4 മുകളിൽ ഡിസ്കൗണ്ട് ഉറപ്പായിട്ട് കിട്ടും. ഹാരിയറിനും കിട്ടും. ആ റേഞ്ച് ഡിസ്കൗണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി കുറേ വണ്ടികൾ നടപ്പുണ്ട്. നമ്മൾ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ ലേലം നടക്കുന്നത് ഈ വരുന്ന 10-ാം തീയതി, ജൂൺ 10-ാം തീയതി ബുധനാഴ്ച. നമുക്ക് 9 ആകുമ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്കായിരിക്കും ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈമും കാര്യങ്ങളെല്ലാം ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. അയത്തിൽ പുളിയത്തുമുക്കാണ്, കൊല്ലം ജില്ലയിലാണ് ലൊക്കേഷൻ. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വിളിച്ചു വെച്ചാൽ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അയച്ചു കൊടുക്കത്തില്ലേ? അയച്ചു കൊടുക്കും. ഡേറ്റ് ഒന്നുകൂടെ പറയാം. ഈ വരുന്ന ജൂൺ 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 തൊട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. 11 മണിക്ക് ലേലം സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്കൂറിനകത്ത് ഈ പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വണ്ടിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ അവർ പറഞ്ഞു തരും. പിന്നെ ലൊക്കേഷൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് തരും. പിന്നെ വേറെ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അത് അഖിലുണ്ട്, അഖിൽ തയ്യാറാണ്, എല്ലാ അഖിലും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.